ചിരിമുട്ടായിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൈക്കൂലിയെ കുറിച്ചാണ്. ഒരു പ്രാവശ്യമെങ്കിലും കൈക്കൂലി കൊടുക്കാത്ത ആളുകൾ കുറവാണ്. ഇന്നത്തെ ഏറ്റവും വലിയ ഒരു ശാപം എന്ന് പറയുന്നത് ഈ മനുഷ്യന്റെ കാശിനോടുള്ള ആക്രാന്തമാണ്, ആർത്തിയാണ്. അത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഈ കൈക്കൂലി വാങ്ങാൻ അവര് ഒരു മടിയുമില്ല. കൊച്ചു കൊച്ചു കാര്യങ്ങൾ സാധിക്കുന്നത് വെറും സാധുക്കളായിട്ടുള്ള ആളുകളുടെ ആ ഒരു പേപ്പർ നീക്കുന്നതിന് വേണ്ടി കൈക്കൂലി വാങ്ങിക്കാതെ അവർ അനങ്ങത്തില്ല. എനിക്ക് പറയാനുള്ളത്, ഇതിപ്പം കോർപ്പറേഷൻ ഓഫീസ് ആയാലും പഞ്ചായത്ത് ഓഫീസ് ആയാലും റവന്യൂവിലായാലും ആർ പി ഒയിലായാലും അങ്ങ് ഈ ഒരു സാധനം കൈക്കൂലി എന്ന് പറയുന്നത് അത് വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലാക്കേണ്ട ഒരു വിവരം ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഇത്രയും വർഷത്തെ അനുഭവം കൊണ്ട് പറയാം. ഞാൻ കണ്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, കൈക്കൂലി വാങ്ങിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും റിട്ടയർ ചെയ്തിട്ടും അവർക്കൊന്നും മനസമാധാനമായിട്ട് ഇതൊരു ഉറങ്ങാൻ സാധിക്കാത്ത ദിവസങ്ങളാണ്. കാരണം കുടുംബപരമായി മക്കൾ പഴിച്ചു പോയതും അല്ലെങ്കിൽ അസുഖം കയറി ക്യാൻസർ വന്നതും ഇതെല്ലാം ജനങ്ങളുടെ ശാപമാണ്. നിങ്ങൾ ഈ കൈനീട്ടി ഇരന്ന് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കൈക്കൂലിക ഉണ്ടല്ലോ, അത് ക്യാൻസറിന്റെ ഗുളിക പോലെ നിങ്ങളുടെ ശരീരത്തിൽ അത് കയറുകയാണെന്ന് നിങ്ങൾ ഓർക്കുന്നത് നല്ലത്. പുതിയ തലമുറയെങ്കിലും യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ കൈക്കൂലിക്ക് നിങ്ങൾ താല്പര്യം കാണിക്കരുത്. കാരണം ഇതെല്ലാവരും ഒന്നുമില്ല, ചിലർ ഒരു 10% മാത്രമേ ഉള്ളൂ വളരെ നല്ലത്. ചിലർ അങ്ങനെയല്ല, കാശ് കിട്ടി അവർ ചെയ്യും. എന്തിനു വേണ്ടി ഈ കാശുണ്ടാക്കും? അനധികൃതമായി സമ്പാദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വസ്ഥത തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? താൽക്കാലികമായിട്ട് നിങ്ങൾക്ക് വലിയ വീട് വയ്ക്കാം, കൂടിയ കാർ വാങ്ങിക്കാം, മകന് ഏറ്റവും വലിയ ബൈക്ക് കൊടുക്കാം, ആഡംബരമായിട്ടുള്ള ജീവിതം നയിക്കാം. പക്ഷേ നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളൊന്ന് നിമിഷം ആലോചിക്കുക, നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ തുകയെന്ന് പറയുന്നത്, കാശെന്ന് പറയുന്നത് എത്രയോ പാവങ്ങളുടെ കണ്ണീരിൻ്റെ കാശാണ്. നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. മുമ്പൊരു ഋഷിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? ഈ റോഡിൽ പോകുന്ന ആളുകളെ പിടിച്ചു പറിച്ചപ്പോൾ, ഒരു സന്യാസി പിടിച്ചു പറിച്ചപ്പോൾ അങ്ങനെ ചോദിച്ചു, നീ പിടിച്ചു പറിച്ചത് എന്തിനു വേണ്ടിയാണ്? അത് എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടിയാണ്. ആണോ? എങ്കിൽ നീ അവിടെ ചെന്ന് അവരോട് ചോദിച്ചത്, ഇതിൻ്റെ കിട്ടുന്ന പാപങ്ങൾ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാവും? അപ്പം അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു. ഇദ്ദേഹം അവിടെ പോയി ഭാര്യയും മക്കളോട് ചോദിച്ചു, ഞാൻ ഈ പിടിച്ചു പറിച്ചുകൊണ്ടിരുന്ന കാശ്, എൻ്റെ ശാപം നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമോ? അവരോട് ഒരിക്കലും വാങ്ങാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ആ ശാപം ഞങ്ങളെന്തിനാ? നിങ്ങളല്ലേ പിടിച്ചു പറിച്ചത്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാശുണ്ടാക്കാൻ വേണ്ടി ഓടി കിടന്ന് ഈ നാട്ടുകാരെ മൊത്തം പിടിച്ചു പറിച്ച് ഇല്ലാത്ത അതുപോലെ ഒരു അനധികൃതമായ സമ്പാദ്യം ഒരിക്കലും നമുക്ക് മനസ്സമാധാനം ഉണ്ടാക്കുന്നില്ല. ഇന്നത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ എടുത്ത് നോക്കണം, കോടാനുകൂടി സ്വത്തുക്കൾ. ഇതൊക്കെ എന്ന് അടുത്ത തലമുറ തമ്മിലടിച്ച് അത് തീർത്തേ ഉള്ളൂ. കാരണം ഇതൊന്നും അനധികൃത സമ്പത്താണ്. മനസ്സമാധാനം കിട്ടത്തില്ല, ഒരു പീസ്ഫുൾ മൈൻഡ്. ചിലവർക്ക് വയസ്സായി കിടക്കുമ്പം കട്ടിലെ കിടക്കുമ്പോൾ ഈ കണ്ണിൻ്റെ സൈഡിൽ കൂടി ഒഴുകുന്ന കണക്കിൽ ആലോചിക്കുന്നത് ചെയ്ത പാപങ്ങളെക്കുറിച്ച്. ഞാൻ ഇങ്ങനെ ഇത്ര പേരെ, അതെല്ലാം നമ്മൾ ഓർക്കും. നമ്മൾ ഇന്ന് കൈനീട്ടി വാങ്ങിച്ചിട്ടുള്ള ഓരോ വ്യക്തികളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വരും. ഞാൻ അയാളുടെ 100 രൂപ വാങ്ങിച്ചിട്ടുണ്ട്, ശരിയാണ്, തെറ്റായിപ്പോയി. അന്നത്തെ കാര്യം ഭാര്യ പറഞ്ഞു സാരി വാങ്ങിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ബൈക്ക് വാങ്ങിക്കണം. അവന് ആവശ്യങ്ങൾ ഏറെ കൂടി വന്നു. അപ്പോഴത്തേക്ക് ഇതൊരു മാതിരി രോഗം പോലെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ പറയുന്ന ഇതിൻ്റെ ഓരോരുത്തരുടെ വിഷമങ്ങൾ ക്യാൻസറായിട്ട് നിങ്ങൾക്കത്, ഞങ്ങൾ ദൂരെ നിന്ന് ജീവിതങ്ങൾ പലതും ഇപ്പം കണ്ടതുകൊണ്ടാണ് മനസ്സിലായത്. ഞാൻ തന്നെ ആലോചിച്ചുകൊണ്ട് എത്രയോ ആൾക്കാർ ഇപ്പോൾ അങ്ങനെ അനുഭവിക്കും. അന്ന് കൈക്കൂലി വാങ്ങിച്ച് കൂട്ടിയതാണ്, PWD ശരിക്കും വെട്ടിയത്. ഇന്ന് അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. ഉള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒന്നുകിൽ മകൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മകളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ രോഗികൾ, അല്ലെങ്കിൽ ഭാര്യ രോഗികൾ. ഇങ്ങനെ ഈ ഒരു സ്വസ്ഥതയും നമ്മൾ കൊടുക്കത്തില്ല. മനസ്സമാധാനമായിട്ട് ജീവിക്കുന്നത് വളരെ ചുരുക്കം. അതുപോലെ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ പറയുന്ന RPO ഉദ്യോഗസ്ഥന്മാർ, ഇവരൊക്കെ ഈ പിടിച്ചു പറിച്ച് ഒരു മനസാക്ഷി ഇല്ലാതെ ചെയ്യുന്നത്, മറ്റുള്ളവരെ വേദനിപ്പിച്ച് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത് അവർക്കത് ദോഷമായിട്ടേ വരത്തുള്ളൂ. അതുകൊണ്ട് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഈ കൈക്കൂലി എന്നൊരു സാധനം നിങ്ങൾ അന്യൻ്റെ കാശ് നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. എന്തിനാണ് നിങ്ങൾ അതിൻ്റെ പോക്കറ്റിൽ നിന്ന് കാശ്? നിങ്ങൾ ചെയ്യാവുന്ന സേവനം, അതിനല്ലേ സർക്കാർ നിങ്ങൾക്ക് ശമ്പളം തരുന്നു. ഒരു നല്ലൊരു ജീവിതം നിങ്ങൾക്ക് സൈഡ് നിങ്ങളുടെ ഭാര്യ മകൾ, അല്ലെങ്കിൽ ഭാര്യമാർ പറയണം ഭർത്താവിനോട്, നിങ്ങൾക്ക് എന്തിനാ ഈ കാശ് അനാവശ്യമായിട്ട് വേണ്ട. മക്കൾ പറയണം, പപ്പ കൈക്കൂലി വാങ്ങിക്കാറുണ്ടോ? അതിനാണ് ദയവ് ചെയ്ത് കൈക്കൂലി വാങ്ങിക്കല്ലേ. ആ ഒരു കാശ് നമുക്ക് വേണ്ട. നമുക്ക് വീണ്ടും സമാധാനമാണ്. പപ്പ ഈ വൈകുന്നേരം കൊണ്ട് ചിക്കനും മട്ടനും വാങ്ങിച്ചത് പപ്പയുടെ വരുമാനത്തിന് അപ്പുറമാണ് അവർ കൊണ്ട് ചിലവാക്കി കൊണ്ടുവരുന്നത്. ഞങ്ങളെ സന്തോഷിപ്പിക്കാനാണെങ്കിൽ ഇത് ഞങ്ങൾക്കൊക്കെ അസുഖമായിട്ട് വരികയാണ്. ആശുപത്രിക്ക് പോകുന്ന സമയമുള്ളൂ. ഇന്നിപ്പം ഏത് അസുഖമായാലും എത്ര ലക്ഷം രൂപ വേണം. ഇതൊക്കെ വേണ്ടി വരുന്നത് ഈ കൈക്കൂലി കാശാണ്. ഇങ്ങനെ കൈക്കൂലി വാങ്ങിച്ചങ്ങ് ശീലമായ ആളുകൾ എല്ലാ തുറകളിലും വലിയ വലിയ സ്വപ്നങ്ങൾ അവർക്ക് സാധിക്കാൻ വേണ്ടിയെന്ന്. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ പറയുന്ന സമ്പത്തിനോടുള്ള ആക്രാന്തം നിങ്ങൾ ഒന്ന് കുറയ്ക്കുക. നല്ലൊരു സർക്കാർ ജോലിക്കാരനാണ് നിങ്ങൾ,
സർക്കാർ ശമ്പളം തരുന്നുണ്ട്. അവരെ മറ്റേയാളെ വിഷമിപ്പിക്കാതെ അവരുടെ കാര്യങ്ങൾ സഹായിച്ചു കൊടുക്കുക. എത്ര സന്തോഷമാണ്. അല്ലാതെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി കൈക്കൂലി വാങ്ങിച്ച് അവൻ്റെ പാക്കറ്റിൽ വെച്ച് ഇവരൊക്കെ റിട്ടയർ ചെയ്തിട്ട് ആ വാതിൽക്ക് വന്ന് കഷത്തിൽ ഡയറി വെച്ചുകൊണ്ട് ഒരു വിളിച്ച് ചിരിയുമായിട്ട് അവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളോട് കൈക്കൂലി വാങ്ങിച്ച ആൾക്കാരാണ്. അവരാ ഉദ്യോഗസ്ഥന്മാർ അവിടുത്തെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുല്ല് വിലയാണ്. അപ്പം നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ചമ്മൽ ഒരു വളിച്ച ചിരിയിരിക്കും. ഇന്ന് എനിക്കറിയാവുന്ന കോർപ്പറേഷൻ ഓഫീസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഉളുപ്പുമില്ല കിട്ടുന്ന കാശെല്ലാം വാങ്ങിച്ച് കഴിച്ചിട്ട് ഇപ്പം റിട്ടയർ ചെയ്ത് ഇങ്ങനെ അസുഖം പിടിച്ച് കാലും നീന്തി പോകുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെന്നെ ആലോചിക്കും എത്ര നീചന്മാരായതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്നു. അതുപോലെ പല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ കൈക്കൂലിയോടുള്ള ആക്രാന്തം പുതിയ തലമുറയെങ്കിലും കുറയ്ക്കുക. അവരുടെ ജീവിതം വളരെ മനോഹരമായിരിക്കും. തൽക്കാലം ഇച്ചിരി ആർഭാടമില്ല ജീവിക്കാൻ പറ്റും എങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. മക്കളും കുടുംബവും നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുകയും ചെയ്യും. ഇതൊന്ന് ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ചിരിമുട്ടായി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.